രാവിലെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പം തവിയും കൊണ്ട് അതൊന്നിങ്ങനെ കോരി കോരി ഒഴിക്കുന്നുണ്ട്. അന്നേരം ആ ചായപ്പത്തിയുടെ കളറൊക്കെ ഇറങ്ങി ഒരടിപൊളി ടേസ്റ്റിൽ കിട്ടും. പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി അവിടെ ഒരു തട്ട് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ചായയൊക്കെ ഒന്ന് ആറ്റിച്ചിട്ട് കുടിക്കാനായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം കട്ടി കുറഞ്ഞ ദോശ ഞാനപ്പം 2 തവയൊക്കെ വെച്ചിട്ട് ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അരി തിളച്ചായിരുന്നു, അതൊന്ന് അടച്ചിട്ടിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് അങ്ങ് ഓഫാക്കിയിടും. നല്ല വേവുള്ള അരിയ. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് വെന്തിരിക്കും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് സവാളയും 2-3 സവാളയും കുറച്ച് ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അത് അരിഞ്ഞതിന് ശേഷം ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കും. പിന്നെ ഈ സവാള ഇച്ചിരി ഒന്ന് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് നേരം കഴിയുമ്പം നമ്മുടെ ടൊമാറ്റോയൊക്കെ വെന്ത് റെഡിയായിട്ട് കിട്ടും. അതിലേക്ക് ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു, കുഞ്ഞു മത്തിയായിരുന്നു. അതൊന്ന് വെട്ടി കഴുകി വെള്ളം വാരാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പിനായിട്ട് ഒരു സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന് ഇച്ചിരി അരപ്പ് വേണം. ഇവിടെ മീൻ കൂട്ടാത്തവരുണ്ട്, എന്നാൽ അതിൻ്റെ ആ പീര മാത്രം എടുത്ത് കഴിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പീരയ്ക്ക് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, എന്നാൽ ഒരു സവാളയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പിന് വേണ്ടി ഞാൻ വലിയൊരു മുറി തേങ്ങ, പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് കീറിയത് കൂടെ ഈ അരപ്പിൻ്റെ അകത്ത്, എന്നിട്ട് അരപ്പ് ചട്ടിയിൽ ഇട്ട് കൊടുത്ത് അരപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുടംപുളി ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ട്. ഇപ്പം നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അഥവാ വെള്ളം വേണമെങ്കിൽ കുടംപുളിക്കകത്ത വെള്ളം എടുത്ത് ഉപയോഗിച്ചാൽ മതി. കാരണം പീരയ്ക്കൊന്നും നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്ന മീനോട് ഇതിലിട്ട് കൊടുത്തിട്ട് ഞാൻ ചിലപ്പം ഉലുവാപ്പൊടി നമ്മൾ ഈ അരക്കത്തില്ലേ അതിൻ്റെ കൂടെ ചേർക്കും, ചിലപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് ചേർക്കും. ഞാൻ ഇന്നിപ്പം ഈ സമയത്താണ് ചേർത്തത്. എന്നിട്ട് ആ മീനെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് അമക്കി വെച്ചിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഗ്യാസിലാകുമ്പം ചട്ടിയിൽ ഡയറക്റ്റ് ഹൈ ഫ്ലെയിമിൽ തീ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കാരണം നടുക്ക് ഭാഗത്തല്ലേ തീ ചെല്ലുന്നത്, അപ്പം നമ്മുടെ ചട്ടിയൊക്കെ വെടിച്ച് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനിതൊന്ന് വേവിച്ചെടുത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഞാൻ അതിൽ നിന്ന് ഇച്ചിരി കൂട്ടാൻ എടുക്കുകയും ചെയ്ത് അത് കഴിഞ്ഞാൽ വീഡിയോ എടുത്തത്. അപ്പം നമ്മുടെ തോരനൊക്കെ റെഡിയായി. ഇതെന്ന് പറയുന്നത് ഞാൻ നട്ട കാന്താരി, അതിൻ്റെ അകത്ത് 2-3 കാന്താരി പഴുത്ത് നിന്ന്, അതിപ്പം ഞാനിങ്ങനെ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് റേച്ചാൻ ഇന്നലെ കൊണ്ടുവന്ന പാളയംകോടൻ പഴമാണ്. ഈ പാളയംകോടൻ പഴം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എനിക്കിത് കണ്ട ഒട്ടനെ പുട്ടുണ്ടാക്കാൻ തോന്നും. അങ്ങനെ പുട്ടും പഴം കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെ.